മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിന്റെ 34 മുതലുള്ള വാക്യങ്ങൾ എടുത്ത ഒരാൾ വേഗത്തിൽ വായിച്ചാട്ടെ. അവർ അക്കരെ എത്തി ഗന്നസരത്ത് ദേശത്ത് ചെന്നു. അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിൽ എല്ലാം ആളയച്ച് ദീനക്കാരെയൊക്കെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. കരങ്ങളെ ഉയർത്തി വന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്ക് ഒക്കെയും സൗഖ്യം വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇന്ന് പകൽക്കാലം ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധയോടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അവൻ തുടക്ക ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, ഗന്നസരത്ത് നാട്ടിൽ യേശു എത്തിയപ്പോൾ ആ ദേശത്തുള്ള വ്യക്തികൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. യേശു ആരെന്ന് അവർ അറിഞ്ഞു. ഹല്ലേലൂയ. വചനം അങ്ങനെ പറയുന്നത്, യേശു ആരെന്ന് അവർ അറിഞ്ഞ് ചുറ്റുമുള്ള ദേശത്തൊക്കെയും ആളയച്ച് ദീനക്കാരെ അവിടെ നിന്ന് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അവർ യേശുവിനോട് ചോദിക്കും, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്ന് തൊട്ടോട്ടെ. വചനം പറയുന്നു, തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. ഹല്ലേലൂയ. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഈ വചനത്തിനകത്തുനിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ ആശയമാണ്, യേശുവിനെ സമീപിക്കുന്ന വ്യക്തികൾ യേശു ആരാന്ന് അറിഞ്ഞേച്ചു സമീപിക്കണം. ഹല്ലേലൂയ. നമ്മൾ പലവിധമായ വിഷയങ്ങളോട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നവരാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, കർത്താവിനോട് പറ്റി നിൽപ്പാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ, കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വരുമ്പോൾ, അവൻ യേശു ആരാന്ന് അറിഞ്ഞിട്ട് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ, യേശു ആരാന്ന് തിരിച്ചറിവോ കർത്താവിനെ സമീപിക്കാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, അത് വരുത്തുന്ന ചേഞ്ചുകൾ, അത് നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന വിടുതലുകൾ ചെറുതായിരിക്കത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ആരാധിക്കാറുണ്ട്, ഞായറാഴ്ച ആരാധനയ്ക്ക് വരും, കർത്താവിനെ സ്തുതിക്കാറുണ്ട്, കർത്താവിനെ മഹത്വപ്പെടുത്താറുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളോട് ചോദിക്കുക, സിസ്റ്ററെ, എന്തിനാ ചർച്ചയിൽ പോകുന്നേ, എന്തിനാ ആരാധനയ്ക്ക് പോകുന്നേ? ഞായറാഴ്ചയാണല്ലോ, ചർച്ചയിൽ പോയില്ലേ? പാസ്റ്റർ വിളിച്ച് ചോദിക്കും, എന്താ ചെല്ലാത്തതെന്ന്, അതുകൊണ്ട് ആരാധനയ്ക്ക് പോകുന്നേ. ഇങ്ങനെ പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്തിനാ അവിടെ ആരാധനയ്ക്ക് പോകുന്നേ? ചിലർ പറയാറുണ്ട്, ഇന്നയാള് പോയി, അവൻ രോഗമായിരുന്നു, സൗഖ്യമായി, സൗഖ്യത്തിന് വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന കുടുംബം പോയി, അവർ ഞെരുക്കത്തിലായിരുന്നു, സ്വർഗം അവരെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് ഞാനും ആരാധനയ്ക്ക് പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അടുത്തൊരു വ്യക്തി പോകുന്നത് കൊണ്ടല്ല നിങ്ങൾ യേശുവിന്റെ അടുക്കൽ പോകുന്നത്. ഹല്ലേലൂയ. അടുത്തൊരു വ്യക്തി ആരാധിക്കുന്നത് കൊണ്ടല്ല നമ്മൾ യേശുവിനെ ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം യേശു ആരാണെന്ന് അറിഞ്ഞ് യേശുവിനെ ആരാധിക്കാൻ ഒരുക്കമുള്ള ഒരു കൂട്ടം പേർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവിക സന്ദർശനം ഉണ്ടാകും. അതിനെ തടയുവാൻ പിശാചിന് കഴിയത്തില്ല. യേശുവിനെ സമീപിക്കുന്ന വ്യക്തിക്ക് നല്ലൊരു ബോധ്യമുണ്ടാകണം. യേശു ആരാ, യേശു എങ്ങനെയുള്ളയാളാ, യേശുവിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, എനിക്ക് വേണ്ടി യേശുവിന്റെ പ്രവൃത്തി എങ്ങനെയൊക്കെ വെളിപ്പെടും എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാന്ന് അറിഞ്ഞേച്ച് കർത്താവിനെ സമീപിക്കണം. ഹല്ലേലൂയ. ഇവർ യേശു ആരാന്ന് അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞേ? ഹല്ലേലൂയ. യേശു ആരാന്ന് അറിയണമെങ്കിൽ ആദ്യം വെളിപ്പാട് കിട്ടേണ്ടത് യേശുവിൻ്റെ അടുത്തിരിക്കുന്നവർക്കാ. എന്ന് വെച്ചാൽ ഈ ചർച്ചിനകത്തിരിക്കുന്ന നമുക്ക് വെളിപ്പാട് കിട്ടിയാലേ പുറത്തിരിക്കുന്നവർക്ക് വെളിപ്പാട് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ആരാധിക്കുന്നുണ്ട്, ഒരൊറ്റ ഞായറാഴ്ച മുടക്കത്തില്ല, ആരാധന മുടക്കത്തില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്. യേശു ആരാന്ന് അറിയാമോന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് പോലും അറിയുകയില്ല. എന്തിന് ശിഷ്യന്മാർക്ക് കൂടെ അറിയാൻ വയ്യായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് കുറച്ച് നേരത്തെ വെളിപ്പാട് കിട്ടിയതേ ഉള്ളൂ.
ഹല്ലേലൂയ. നിങ്ങളെ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കണം. ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നത്, അല്ലെ, യേശു ആരാന്ന് ശിഷ്യന്മാർ അറിയുന്നതിന് കുറച്ച് സമയം, അല്പസമയം മുൻപ്, ഹല്ലേലൂയ, നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് അതങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയും. യേശു ആരാന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരത്തുള്ളൂ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പറയും, ഇന്നയാൾ ആരാധിച്ചു, ഞാനും ആരാധിക്കുന്നു, ഇന്നയാൾ പ്രാർത്ഥനയ്ക്ക് പോയി, ഞാനും പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഞായറാഴ്ച കണ്ടില്ലെങ്കിൽ പാസ്റ്റർ വിളിക്കും, അതുകൊണ്ട് ആരാധന. നോ, അതങ്ങനെ അല്ല. കർത്താവിനെ ആരാധിക്കുന്നത്, യേശു ആരാന്നറിഞ്ഞേച്ച് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ ആമേൻ, ചില വിടുതലുകൾ, ഇന്നലെ വരെ നമ്മൾ വെയിറ്റ് ചെയ്ത ചില നന്മകളും വിടുതലുകളും നമ്മുടെ ജീവിതത്തിനകത്തേക്ക് സ്വർഗ്ഗം പകരാൻ പോകുക. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഉച്ചത്തിൽ ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചോണ്ട് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എന്നിട്ട് സന്തോഷം വരാത്തവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമ്മളായിരിക്കുന്നത് യേശു ആരാന്ന് അറിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. അയ്യോ, സങ്കടപ്പെട്ടിരിക്കുന്നവന്റെ കണ്ണീര് തുടയ്ക്കാൻ കഴിവുള്ള ഒരു കർത്താവിനെ ഞാനും നിങ്ങളും ആരാധിക്കുന്നേ. പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന വിഷയത്തിനകത്തൊരു വിടുതൽ തരാൻ ശക്തിയുള്ള കർത്താവിനെ ഞാനും നിങ്ങളും ആരാധിക്കുന്നേ. ഹല്ലേലൂയ. യേശു ആരാന്നറിഞ്ഞ് യേശുവിനെ സമീപിക്കണം. ഒറ്റ ആശയം ഞാൻ പറയുന്നുള്ളൂ. യേശു ആരാന്നറിഞ്ഞിട്ട് യേശുവിനെ സമീപിക്കണം. ഹല്ലേലൂയ. ഒരല്പസമയം മുൻപ് വരെ ശിഷ്യന്മാർക്ക് വലിയ പരിചയമില്ല യേശു ആരാന്ന്. അവർ നോക്കുമ്പോൾ യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഹല്ലേലൂയ. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു. ഇവർ വിചാരിച്ചു യേശു ഏതോ ഒരു പ്രവാചകനാണ്. ഹല്ലേലൂയ. ആമേൻ. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? യേശു ഏതോ ഒരു പ്രവാചകനാണ് എന്നൊരു ചിന്തക്കകത്ത് ശിഷ്യന്മാരുടെ ചിന്താമണ്ഡലം ഒതുങ്ങി നിൽക്കുമ്പോ, ഹല്ലേലൂയ, ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ യേശുവിനെ എങ്ങനെ അറിഞ്ഞിരിക്കുന്നേ? ഹല്ലേലൂയ. ശിഷ്യന്മാർ പറയുക യേശു ഒരു വലിയ പ്രവാചകനാണ്. കാര്യം എന്തെന്നറിയാമോ? അവർ കാണുന്ന രോഗികൾ സൗഖ്യമാക്കുന്നു. പണ്ട് എലീശ രോഗികളെ സൗഖ്യമാക്കിയില്ലേ? സൗഖ്യമാക്കി. ഹല്ലേലൂയ. എലിയ പ്രവാചകനുടെ വിടുതൽ പ്രാപിച്ചു. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. അവരെ നോക്കുമ്പോൾ പ്രവാചകന്മാർ ചെയ്തതുപോലെ പലതും യേശുവും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യേശുവും ഒരു പ്രവാചകനാണ് എന്ന ഗണത്തിൽ യേശുവിനെ ഒതുക്കിക്കളയുമ്പോൾ, ഹല്ലേലൂയ, വചനം പറയുന്നു യേശു ആരാണെന്ന് അറിയേണ്ടത് പോലെയൊന്ന് അറിഞ്ഞാൽ അതിനകത്ത് വലിയ വ്യത്യാസങ്ങൾ, നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ മേൽ വരുവാനിടയായി തീരും. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇവർക്ക് എപ്പോഴാ വെളിപ്പാട് കിട്ടിയെന്ന് അറിയാവോ? ഹല്ലേലൂയ. ഇവര് ആമേൻ, ഹല്ലേലൂയ, തലേ ദിവസം തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ 22 മുതലുള്ള വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. 14 അതേ അധ്യായം 22 തൊട്ട് മുമ്പത്തെ സ്റ്റാൻസ വായിച്ചു നോക്കണം. അവിടെ ഇങ്ങനെ പറയുന്നു, യേശു കർത്താവ് ഒരു വലിയ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിച്ച് നിൽക്കുക. വചനം പറയുന്നു യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിക്കാൻ കാരണം എന്താണ്? ഞാൻ പൊതുവെ സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കേട്ടിട്ടുണ്ടാകും. ഒരു വലിയ ശുശ്രൂഷ കഴിഞ്ഞ് 5 അപ്പം കൊണ്ട് 2 ചപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ, കൂടെ ഒത്തിരി ഭാര്യമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഒരു വലിയ ജനസമൂഹത്തെ പോഷിപ്പിച്ച ശേഷം അവൻ മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പില്ല. ഹല്ലേലൂയ. സദ്യ വിളമ്പിയിട്ടുള്ളവർ ഇവിടെ ഉണ്ട്. 1000 പേർക്ക് വിളമ്പഴേ നമ്മുടെ നടുവിൻ്റെ ഇടപാട് തീരും. ഹല്ലേലൂയ. ആ കുനിഞ്ഞു നൂന്ന് വരുമ്പോൾ ഇവരാണെങ്കിൽ മേശപ്പുറത്ത് പോലും അല്ല വിളമ്പുന്നേ, പുൽത്തകിടിയിൽ ഇരുത്തിയിട്ട് അവർക്ക് വിളമ്പി കൊടുക്കുക. നിങ്ങൾ പറയും, സിസ്റ്റർ 5000 പുരുഷന്മാരില്ലേ, എല്ലാവരും ചേർന്ന് വിളമ്പിക്കാണ്. അവരൊക്കെ ചേർന്ന് വിളമ്പിയിട്ടുണ്ടാവും. പക്ഷെ ലീഡ് ചെയ്യാൻ ഈ 12 പേര് തന്നെ വേണ്ടേ? നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല, സദ്യക്ക് പോയിട്ടുമില്ല, സദ്യ കണ്ടിട്ടുമില്ല. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, അയ്യ എന്ന് ചിന്തിച്ചേ, ഒന്നുമില്ല, നിന്ന് ലീഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഇവരങ്ങ് വല്ലാതെ ക്ഷീണിച്ചു. ഇവര് പറയുക, കർത്താവ് നമുക്ക് പെട്ടെന്ന് പോകാം. യേശു പറഞ്ഞു, നമുക്ക് അടുത്ത് എങ്ങോട്ടാ കർത്താവ് പോകണ്ടേ? യേശു പറഞ്ഞു, അക്കരെ പോകണം, നമുക്ക് പെട്ടെന്ന് പോകാം. ഹല്ലേലൂയ. ചെന്ന് കിടന്ന് ഉറങ്ങണം. യേശു പറഞ്ഞു, ഇല്ല കുഞ്ഞെ, പോകുന്നതിന് മുമ്പ് വേറൊരു പരിപാടിയുണ്ട്. എന്തുവാ അത്? മലമുകളിൽ പ്രാർത്ഥിക്കാൻ പോകണം. അവർ പറഞ്ഞു, കർത്താവേ നല്ല ക്ഷീണമാണ്, അല്ലേലും നമുക്ക് ക്ഷീണം വന്നാൽ പ്രാർത്ഥിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നല്ല ക്ഷീണമാണ്, ഇന്നൊന്ന് ഉറങ്ങിയെങ്കിൽ കൊള്ളായിരുന്നു. ആമേൻ. കർത്താവ് കൂടെ വന്നേ, നമുക്ക് നാളെ പ്രാർത്ഥിക്കാം, ഇന്ന് ഉറങ്ങാം. ഹല്ലേലൂയ. ഇവർ പറഞ്ഞു, നാളെ പ്രാർത്ഥിക്കാം.
അവരവിടെ എഴുതി വെച്ചിട്ടില്ല, നിങ്ങൾ നോക്കിയിട്ട് എന്നെ ചീത്ത പറയരുത്, അങ്ങനെ എഴുതിയിട്ടില്ല, എൻ്റെ ചിന്ത ഞാൻ പറയുക. ഹല്ലേലൂയ. പക്ഷേ യേശു പറഞ്ഞില്ല ഇന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇവർ പറഞ്ഞു കർത്താവ് നല്ല ക്ഷീണോ, കർത്താവ് പറഞ്ഞു നിങ്ങൾ പൊക്കോ. യേശു കർത്താവ് ഇവരെ പറഞ്ഞങ്ങ് വിട്ടു, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങി. ഇവർ ഉറങ്ങാൻ വേണ്ടി പോയ പോക്ക. യേശു പ്രാർത്ഥിക്കാം മലയിൽ പോയി. ഇവർ 12 പേരും കൂടെ അപ്പുറത്ത് ചെന്നിരുന്ന് ഉറങ്ങാൻ വേണ്ടി പടകി കയറി അവൻ അങ്ങോട്ട് യാത്ര ചെയ്തു. വചനം പറയുന്നു സന്ധ്യയ്ക്ക് യാത്ര തിരിച്ചവരായിരുന്നു യേശുവിൻ്റെ 12 ശിഷ്യന്മാർ. ഹല്ലേലൂയ. സന്ധ്യയ്ക്ക് യാത്ര തിരിച്ചു. എത്ര സമയമായപ്പോൾ? ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരങ്ങോട്ട് പടക കയറിയത്. ഇവർ വിചാരിച്ചു ഒരു മാക്സിമം പോയ ഒരു 8 മണി. ഹല്ലേലൂയ. 2 മണിക്കൂർ വേണ്ട അപ്പുറത്താൻ. ഹല്ലേലൂയ. മാക്സിമം പോയ ഒരു 8 മണി. അതാവുമ്പോൾ അപ്പുറത്തെത്തി അവിടെ ചെന്നൊന്ന് സുഖമായി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അടുത്ത വെള്ളം പിടിച്ച് ഇങ്ങ് വന്നോളും. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ടാ, എന്ന് ചിന്തിച്ചിട്ടാ ഇവർ മുന്നേ പോകുന്നേ. ഹല്ലേലൂയ. ഈ പോകുന്ന വഴിക്ക് ഇവർക്ക് ഇവിടെ യാത്രയ്ക്ക് വിരോധമായി ആമേൻ ഹല്ലേലൂയ ചില പ്രതിസന്ധികൾ എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ യാത്രയ്ക്ക് വിരോധമായി ചില പ്രതികൂലങ്ങൾ എഴുന്നേൽക്കുന്നു. നോക്കുമ്പോഴുണ്ട് കാറ്റ് വിരോധമായി ആഞ്ഞടിക്കുന്നു. അവൻ അത് കടലിലെ തിരമാലകൾ, ഗലീല കടലാണ്, തിരമാലകളെ അവൻ വല്ലാതെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. ഇവർക്ക് മനസ്സിലായി ഈ പ്രതിസന്ധിക്കകത്തുനിന്ന് പുറത്തു വരാൻ ഞങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിനകത്തുനിന്ന് പുറത്തു വരാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. നീന്തൽ അറിയാൻ വയ്യാത്തവരല്ല ശിഷ്യന്മാർ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. നീന്തൽ അറിയാൻ വയ്യാത്തവരല്ല. ഇതിൽ കുറഞ്ഞത് 7-8 പേർക്കെങ്കിലും നീന്തൽ അറിയാം. ഹല്ലേലൂയ. നന്നായിട്ട് അറിയാം. പത്രോസിനെയൊക്കെ ജനിപ്പിച്ചിട്ടതേ പ്രസവിച്ചിട്ടതേ കടലിനകത്ത്. അല്ല മുക്കോമാരാണ്. അപ്പൊ അവര് വളർന്ന കൈകാലിട്ട് അടിച്ചു വളർന്ന, നമ്മൾ നിലത്ത് കൈകാലിട്ട് അടിക്കുമ്പോൾ അവർ വെള്ളത്തിൽ കൈകാലിട്ട് അടിച്ചു വളർന്ന പാർട്ടിക്കാരാ. പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു പ്രതികൂലം വരുമ്പോ അവർക്ക് പറയാനൊന്നുണ്ട്. ഞങ്ങളുടെ പടകിനെ അക്കരക്കെത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ പടകിനെ ഒരു തീരത്തും എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞാൻ ചിന്തിക്കുന്നു, മുൻപോട്ട് തുഴഞ്ഞിട്ട് പോകാഞ്ഞത് കൊണ്ട് ഇവർ പുറകോട്ട് തുഴയാൻ നോക്കി. തൊന്നുമില്ല. യേശുവിനോട് കൂടെ ചെന്ന് പ്രാർത്ഥിക്കും. നമ്മൾ വിചാരിക്കത്തില്ലേ പ്രശ്നം ഭയങ്കരവാ, ഉറങ്ങാനോ പറ്റിയില്ല, പ്രാർത്ഥിക്കെങ്കിലും ചെയ്യാമെന്ന് പറയുന്നത് തിരിച്ചു തുഴയാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതും കഴിഞ്ഞില്ല. ഇവർ വല്ലാതെ നടുക്കടലിൽ കിടന്ന് വല്ലാതെ വലയുകയാണ്. ഹല്ലേലൂയ. ഈ വല്ലാതെ വലയുന്ന സമയത്താണ് യേശു കർത്താവ് അവൻ ഇറങ്ങി വരുന്നേ. എന്താ കാര്യം? യേശുവിനൊരു പ്രത്യേകതയുണ്ട്. അവൻ തൻ്റെ മക്കളെ വിളിച്ചിറക്കി കഴിഞ്ഞാൽ കൈ വിട്ടേച്ചു പോകാൻ കർത്താവ് മനുഷ്യനല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ കർത്താവ് നമ്മളെ അന്ത്യത്തോളം കാക്കുവാൻ വിശ്വസ്തതയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ്. വചനം പറയുന്നു, അവൻ 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 14, 13, 14 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നു. അവൻ ദൈവം വിശ്വസ്തനല്ലോ. ദൈവത്തിന്റെ സ്വഭാവത്തെ മാറ്റുവാൻ, ആ ദൈവത്തിന് തന്റെ സ്വഭാവത്തെ ത്യജിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ പിന്നത്തെ എടുത്ത് വായിച്ചോണ്ടാ മതി. ദൈവം ആരാണ്? വിശ്വസ്തനാണ്. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. ഹല്ലേലൂയ. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയുകയില്ലല്ലോ. ഹല്ലേലൂയ. ഈ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ഇത് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ പഴയ കാലത്ത് ഒരു പഴഞ്ചൊല്ലുണ്ട്, പട്ടിയുടെ വാല് കുഴലിലൊട്ടാലും നന്നാകത്തില്ല. വേറൊന്നുണ്ട്, ചൊട്ടയിലെ ശീലം ചൊടല വരെ. ഹല്ലേലൂയ. ഇതൊക്കെ എന്താ? സ്വഭാവങ്ങളാണ്. ഇതിൻ്റെയൊക്കെ സ്വഭാവം. കുഞ്ഞിലെ ശീലിച്ചത് അവസാനം വരെ മാറത്തില്ലെന്ന്. അതുപോലെ അതിനെ സ്വഭാവം എന്ന് പറയുന്നത്. അവൻ ദൈവത്തിനൊരു സ്വഭാവമുണ്ട്. ദൈവത്തിന്റെ സ്വഭാവമാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവൻ വരിക എന്ന് പറഞ്ഞ് കർത്താവ് വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ശിഷ്യന്മാരായി കർത്താവ് 12 പേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മുങ്ങിപ്പോകാതെ സൂക്ഷിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഒരു പ്രതിസന്ധിയുടെ നടുവിൽ, ഒരു പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മളെ വിട്ടേച്ച് മാറുന്ന മനുഷ്യന്മാരെ നമ്മൾ കാണുമായിരിക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാരണവശാലും ഒരു പ്രതികൂലത്തിന്റെ നടുവിൽ സ്വർഗം നമ്മളെ വിട്ടേച്ച് മാറിപ്പോകത്തില്ല. നമ്മൾ ഒരുപക്ഷെ ദൈവസാന്നിധ്യം
സാന്നിധ്യം അറിയുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി മാറി അറിയുന്നില്ലായിരിക്കാം, തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലായിരിക്കാം, നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് അത്ഭുതം നടക്കുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച സമയത്ത് പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി വന്നില്ലായിരിക്കാം. പക്ഷേ എങ്കിലും വചനം പറയുന്നു, ദൈവത്തിന് തന്റെ സ്വഭാവത്തെ ത്യജിക്കാൻ കഴിയത്തില്ല. നാം അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ പിന്നാലെ നിങ്ങൾ ഇറങ്ങി തിരിച്ചത് ഒരു മനുഷ്യന്റെ പിന്നാലെ അല്ല. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ശത്രു പറയുമായിരിക്കാം, ഈ പ്രതികൂലം നിന്നെ മുക്കോ, ഈ പ്രതിസന്ധി നിന്നെ മുക്കോ, ഈ പ്രതികൂലം നിന്നെ തകർത്ത് കളയോ. പക്ഷെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിന് പറയാനുണ്ട്, വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് തന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയത്തില്ല. വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്. മനുഷ്യന്മാർ മാറിപ്പോകും, ലോകം മാറിപ്പോകും, സാഹചര്യങ്ങൾ മാറി മറിയും, പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്കിന് മാറ്റം വരത്തില്ല. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്കിന് മാറ്റം വരത്തില്ല. യേശു കർത്താവ് 12 പേരെ വിളിച്ചിറക്കി പടകെ കയറ്റി കടലിന്റെ നടുവിലേക്ക് അക്കരയ്ക്ക് പോകാൻ അവരെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ വിളിച്ച കർത്താവിനെ ഇവർ മറന്നുപോയാലും വിളിച്ച ദൈവത്തിന് ഇവരെ മറക്കാൻ കഴിയത്തില്ല. വിളിച്ച കർത്താവിനെ ഇവർ പ്രശ്നത്തിന് നടുവിൽ മറന്നുപോയി, പ്രതികൂലത്തിന് നടുവിൽ മറന്നുപോയി, ഞങ്ങൾ മുങ്ങിപ്പോയി, ഞങ്ങൾ തളർന്നുപോയി, ഞങ്ങൾ വീണുപോയി എന്നവർ ഭയപ്പെട്ടപ്പോൾ സ്വർഗം പറയുക, വിളിച്ചിറക്കിയവന് തന്റെ മക്കളെ മറക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഏതൊക്കെയോ വിഷയങ്ങളെ കണ്ട്, ഏതൊക്കെയോ പ്രശ്നങ്ങളെ കണ്ട്, ഇതിനകത്തുനിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും, ഈ വിഷയത്തിനകത്തുനിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും എന്ന് ഭയപ്പെടുന്നവരാരെങ്കിലും ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, നിങ്ങൾ ഇറങ്ങി വന്നത് മനുഷ്യന്റെ പിന്നാലെ അല്ല, നിങ്ങൾ ഇറങ്ങി വന്നത് ലോകത്തിന്റെ പിന്നാലെ അല്ല, നിങ്ങളെ വിളിച്ചത് ലോകത്തിന്റെ മനുഷ്യനോ ഏതെങ്കിലും ഒരു പാസ്റ്ററോ അല്ല, സ്വർഗത്തിലെ ദൈവമാകിയോ. He is faithful. അവൻ വിശ്വസ്തനത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവ് വിശ്വസ്തനാ, ആ കർത്താവ് വിശ്വസ്തനാ. ദൈവത്തിന് തന്റെ സ്വഭാവത്തെ ത്യജിക്കാൻ കഴിയത്തില്ല. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർ പ്രതിസന്ധിക്കകത്താണെന്ന് മനസ്സിലാക്കിയപ്പോ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അവൻ തന്റെ മക്കളുടെ അടുക്കലേക്ക് ഇറങ്ങി വരിക, നടന്നു വരിക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏത് സാഹചര്യത്തിലെ യേശു വരുന്നേ? കഴിഞ്ഞ 9 മണിക്കൂർ എന്ന് വെച്ചാൽ അവൻ യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന സമയം രാത്രിയിലെ 4-ാം യാമത്തിലെന്നാ. ഹല്ലേലൂയ. രാത്രിയിലെ 4-ാം യാമത്തിൽ. യാമത്തിന്റെ കണക്ക് നിങ്ങൾക്കറിയാമോ? യഹൂദന്മാരുടെ കണക്ക് പ്രകാരം അവൻ രാത്രി 4 യാമം, പകൽ 4 യാമം. ഹല്ലേലൂയ. പകലത്തെ യാമം തുടങ്ങുന്നത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. ഹല്ലേലൂയ. രാത്രിയിലെ യാമം തുടങ്ങുന്നത് വൈകുന്നേരം 6 മണി മുതൽ പ്രഭാതത്തിൽ 6 മണി വരെ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ 6 തൊട്ട് 9 മണി വരെ 1-ാം യാമം, 9 മണി തൊട്ട് 12 മണി വരെ 2-ാം യാമം, 12 മണി തൊട്ട് 3 മണി വരെ 3-ാം യാമം, 3 മണി തൊട്ട് അടുത്ത 6 മണി വരെ 4-ാം യാമം. ഹല്ലേലൂയ. ഇവർ യാത്ര ചെയ്ത സമയം എപ്പോഴാ? വൈകുന്നേരം 6 മണിക്കാ. സന്ധ്യയ്ക്കാ യാത്ര തിരിച്ചേ. 2 മണിക്കൂർ കൊണ്ട് അക്കരെ എത്തി ഉറങ്ങാമെന്ന് പറഞ്ഞ് പുറപ്പെട്ട് വന്നവരാ. ഹല്ലേലൂയ. ഇപ്പൊ ദേണ്ട 9 മണിക്കൂറായി. എവിടെ കിടക്കുക? വെള്ളത്തിനകത്ത് കിടക്കുക. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എൻ്റെ കൂടാണോ വീട്ടിനകത്ത് വെച്ചേച്ച് പോകുന്ന ഫുഡിലാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. എൻ്റെ കൂടെ ഉള്ളവരൊന്ന് കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, അവൻ രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു ആരുടെ അടുക്കിലേക്ക് വരുന്നേ? 3 യാമം എന്തായാലും ഓൾറെഡി 9 മണിക്കൂർ എന്തായാലും കഴിഞ്ഞു. 4-ാം യാമത്തിൽ ആര് വരുന്നേ? യേശു വരുന്നേ. ഇപ്പോഴും ഇവരെവിടെ കിടക്കുന്നേ ഉള്ളൂ? നടുക്കടയിൽ കിടക്കുന്നേ ഉള്ളൂ. അങ്ങോട്ടും എത്തിയിട്ടില്ല, ഇങ്ങോട്ടും എത്തിയിട്ടില്ല. നടുക്കടലിൽ കിടക്ക്. ഇവരോട് ചോദിക്കുക, എന്താ വിഷയം? രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല, ഇതോടെ കാറ്റ് തീർന്നെന്നാ തോന്നുന്നേ, ഡെഡ് ബോഡി കിട്ടിയ ഭാഗ്യം. ഹല്ലേലൂയ. ഇതൊക്കെ പറഞ്ഞോണ്ടാ കിടക്കുന്നേ. എന്താ കാര്യം? പത്രോസ്, എന്താ കാര്യം? നീന്തൽ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അറിയാന്നേ, പക്ഷെ പോകാൻ പറ്റണ്ടേ? ഹല്ലേലൂയ. ചാടാൻ ധൈര്യമില്ല. അത്രത്തോളം വലിയ തിരമാല, അത്രത്തോളം കാറ്റ് പ്രതികൂലമാ. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ദേ കാണുന്ന ചുഴിക്കാത്ത ഞങ്ങൾ തീർന്നു, അതുകൊണ്ട് ഇറങ്ങാനും വയ്യ. എൻ്റെ ആശയമാണേ. ഹല്ലേലൂയ.
ഇവരതിനകത്ത് കിടന്ന് ഞെരുങ്ങുക. വചനം പറയുന്നു ആ സമയത്താണ് യേശു കർത്താവരുടെ അവസ്ഥ അറിഞ്ഞേച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് മലയുടെ മുകളിൽ നിന്നിറങ്ങി ഇവരുടെ അടുക്കലേക്ക് നടന്നു വരിക. ഇവർക്ക് യേശുവിന് മനസ്സിലായില്ല. ഇവരെന്താ വിളിച്ചേ? ഭൂതം വരുന്നു എന്ന് പറഞ്ഞു. ഇവരെ തെറ്റു പറയാൻ ഒക്കത്തില്ലെന്നേ. ഹല്ലേലൂയ. നിങ്ങൾ തന്നെ പറയേ, രാത്രി കരിയലിനങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാ പേടി? പറഞ്ഞേ എന്തുകൊണ്ടാ പേടി? പുറത്താരും വന്ന് നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പുറത്തുള്ള പട്ടി ചങ്ങലയും പൊട്ടിച്ചോടുക. ചങ്ങടല്ല കിരിങ്ങ്. നിങ്ങൾ വീട്ടിനകത്തിരിക്കുക, പട്ടിയാണെന്ന് കണ്ടില്ല. നിങ്ങൾക്ക് എന്താ പേടി? ദേ മാടം വരുന്നു. നമ്മൾ ഈ നല്ല ഇടി, നല്ല കാറ്റ്, നല്ല കോളിളക്കം, വല്ലാത്ത പ്രതിസന്ധിയാണ്. നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നേ? വരുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തോ? പ്രത്യേകിച്ച് ഈ കടലിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്, ഒരു ദുഷ്പേര് കൂടെ ഉണ്ട്. ഇവിടെ രാത്രിയാകുമ്പോൾ ഭൂതങ്ങൾ ഇറങ്ങി നടക്കുമെന്ന് അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ കടലിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഗലീല കടല, ഇതിനകത്ത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. രാത്രിയാവുമ്പോൾ സാത്താന്മാർ ഇറങ്ങി ഇതിൻ്റെ പുറത്തൂടെ നടക്കുമെന്ന് ഒരു ചിന്ത, ഒരു എന്ത് പറയാം അതിനെ, ഒരു ചൊല്ല് അന്നത്തെ കാലത്തുണ്ട്. ഇവരെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഭയന്നു. എന്താ കാര്യം? കാറ്റ് പ്രതികൂലം, ഹല്ലേലൂയ, തിരമാല വല്ലാതെ പ്രതികൂലമായി നിൽക്കുന്നു. കാണാൻ പ്രതീക്ഷയ്ക്ക് വകയിൽ 1-2 മണിക്കൂറല്ല, ചില മണിക്കൂറുകൾ കൊണ്ട് അപ്പുറത്ത് കിടക്കേണ്ടത് 9 മണിക്കൂർ ഇതേ വെള്ളത്തിനകത്ത് ഇവർ കിടന്ന് വട്ടം കറങ്ങുമ്പോൾ ഇവർക്ക് പ്രതീക്ഷിക്കാൻ അധികമൊന്നുമില്ല. ഇവരെല്ലാവരും പറയുകയാണ്, ദേ ഭൂതം വരുന്നു. നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതായിരിക്കും വരുന്നേ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നവരുണ്ടോ? പ്രതികൂലത്തിന്റെ നടുവിൽ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടോ? പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ പറയുന്നത്, അയ്യോ ഈ പ്രതിസന്ധി എന്നെ മുക്കി, ഈ പ്രതികൂലം എന്നെ മുക്കി, ഈ രോഗം എന്നെ തകർത്തു, ഈ വിഷയങ്ങൾ എന്നെ ഉടച്ചു. ഇന്ന് പകൽക്കാലം സ്വർഗത്തിന് പറയാനൊന്നുണ്ട്. പ്രതിസന്ധിയുടെ നടുവിൽ തകർച്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. രോഗത്തിന്റെ നടുവിൽ മരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ദൈവിക വിടുതലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നെ കേൾക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പലപ്പോഴും വെയിറ്റ് ചെയ്യുന്നത്, അയ്യോ ഇന്നയാൾ ആഭിചാരം ചെയ്തു, ഞാൻ തകർന്നു, ഇന്നയാൾ ദോഷമായത് പ്രവർത്തിച്ചു, എൻ്റെ ജീവിതം തീർന്നു. ഹല്ലേലൂയ. പലപ്പോഴും പ്രതിസന്ധികളും പ്രതികൂലങ്ങളെയും നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇന്ന് പകൽക്കാലം സ്വർഗത്തിന് ചോദിക്കാനൊന്നുണ്ട്. വിളിച്ചിറക്കിയ കർത്താവിനെ നിങ്ങൾ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വന്നല്ലോ, ആരാധനയ്ക്ക് വന്നല്ലോ, ആരെ നോക്കിയിട്ട് നിങ്ങൾ ഇറങ്ങി വന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, രോഗത്തിന്റെ മധ്യത്തിൽ, സാമ്പത്തിക തകർച്ചയുടെ മധ്യത്തിൽ നിങ്ങൾ തകർച്ചയുടെ ആഴങ്ങളെ അല്ല പ്രതീക്ഷിക്കുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇന്ന് പകൽക്കാലം അങ്ങനൊരു തലമുറയ്ക്ക് വേണ്ടി സ്വർഗ്ഗം ഇതിനകത്ത് നോക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണുന്നത് മുഴുവനും പ്രതികൂലമാ, പക്ഷെ എനിക്കറിയാം 4-ാം യാമത്തിൽ ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. എന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാ. ഞാൻ കാണുന്നത് മുഴുവനും പ്രതിസന്ധിയാ, പക്ഷെ എനിക്കറിയാം ഞാൻ അത് തകർന്നു പോകാതെ എന്നെ കരം പിടിക്കാൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും പറയും ലക്ഷ്യങ്ങൾ ചെലവാക്കി മന്ത്രവാദം ചെയ്ത് വിട്ടിരിക്കുക, തകർന്നു. ഞാൻ പറയും, നിങ്ങൾ അതിനല്ല, തകർച്ചയ്ക്ക് വേണ്ടി അല്ല പ്രതീക്ഷിക്കേണ്ടത്. അതിൻ്റെ നടുവിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങുവാൻ കഴിവുള്ള ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി പ്രതീക്ഷിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടോ? നിങ്ങൾ അത്ഭുതത്തെ കാണും. ഹല്ലേലൂയ. നിങ്ങൾ ഈ തൊട്ടെണ്ണ എന്ന് പറഞ്ഞൊരു മന്ത്രവാദിയെ സാക്ഷ്യം കേട്ടുള്ളവരാരൊക്കെ ഉണ്ട് ഇതിനകത്ത്? വളരെ ചുരുക്കം പേരേ ഉള്ളൂ. തൊട്ടെണ്ണ എന്ന് പറയുന്നൊരു മന്ത്രവാദി. ഞങ്ങൾ ഇപ്പോഴല്ല, അത് മുന്നേ ഞാനൊക്കെ കുഞ്ഞുനാളിൽ ഈ ടേപ്പ് റെക്കോർഡറൊക്കെ ട്രെൻഡായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിനകത്ത് ഫിലിമുള്ള ടേപ്പ് റെക്കോർഡർ വാങ്ങിച്ചുകൊണ്ടിട്ട് കേട്ട സാക്ഷ്യമാ തൊട്ടെണ്ണ എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയെ കുറിച്ച്. ചുട്ട കോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദികളെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുപോലൊരു മനുഷ്യനായി ഈ മനുഷ്യൻ, അതുപോലൊരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ. ഹല്ലേലൂയ, ആമേൻ. ഒരു ദിവസം കർത്താവ് മനുഷ്യനെ സന്ദർശിച്ചു. എന്താ കാര്യമെന്നറിയാമോ? നമ്മളെല്ലാവരും പ്രതികൂലത്തിന് വേണ്ടി, തകർച്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ, ഒരു പെൺകൊച്ചിന് വേണ്ടി ഇറങ്ങി വന്നത് ഈ മനുഷ്യന്റെ മാനസാന്തരത്തിന് കാരണമായത്.
ഹല്ലേലൂയ. എലിസബത്ത് എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു മകള്, ഹല്ലേലൂയ, തന്നെ അടുക്കലേക്ക് ഒരു വ്യക്തി, ഒരു പയ്യൻ വന്ന് പ്രപ്പോസ് ചെയ്തു, ഹല്ലേലൂയ, എന്ന് വെച്ചാൽ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. ഈ മകൾ അത് സമ്മതിച്ചില്ല, ഹല്ലേലൂയ. അപ്പൊ ഈ മകന് വാശിയായി, എങ്ങനെയെങ്കിലും ഇവളെ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം, ഹല്ലേലൂയ. എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് പറയുവാണ്, ഇതിനകത്ത് വേറെ ചേഞ്ച് ഉണ്ടെന്ന് എനിക്കറിയില്ല, എന്തായാലും ഏകദേശം ഉള്ളടക്കം ഇതാണ്, ഹല്ലേലൂയ, ആമേൻ. ഈ പെൺകൊച്ചിനെ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം. അവസാനം ഏതോ ഒരു വ്യക്തി പറഞ്ഞു കൊടുത്തു, ഇങ്ങനൊരു മന്ത്രവാദിയുണ്ട്, ആ മന്ത്രവാദിയുടെ അടുക്കൽ ചെന്ന് അവൻ പൂജ ചെയ്താൽ നിനക്ക് ആ മകളെ തന്നെ നിന്റെ ഭാര്യയായി ലഭിക്കും. അങ്ങനെ അവൻ ഈ സഹോദരി, മകൻ, ഈ പയ്യൻ അവൻ ആ തൊട്ടണ്ണ എന്ന് പറയുന്ന മന്ത്രവാദിയെ തേടിപ്പോയി. അദ്ദേഹം ലക്ഷങ്ങളുടെ ഹല്ലേലൂയ കണക്കും പറഞ്ഞ് ഒരു വലിയ എമൗണ്ട് ഹല്ലേലൂയ തുകയും പറഞ്ഞ് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റും കൊടുത്തു. ഈ പെൺകുട്ടിക്ക് പുറത്തു നിന്ന് ഒരു കൂട്ടുകാരിയെ ഹല്ലേലൂയ അടുപ്പിച്ചു കൊടുത്തിട്ട് അവളെ കൊള്ളിച്ച് ഈ പെൺകുട്ടിയിൽ നിന്ന് ആവശ്യമായതെല്ലാം എടുത്തെന്ന് വെച്ചാൽ തലയിലെ മുടി, കാൽച്ചുവട്ടിലെ മണ്ണ് തുടങ്ങി ഇവർക്ക് പൂജ ചെയ്യാൻ ആവശ്യമായ സകലത്തെയും ഹല്ലേലൂയ ആ മകൻ കളക്ട് ചെയ്ത് ഈ മന്ത്രവാദിയുടെ അടുക്കൽ കൊണ്ടുകൊടുത്തു. ഹല്ലേലൂയ. ഒറ്റ ആവശ്യമേ ഉള്ളൂ, ഈ മകൾ ഇവന്റെ ചൊൽപ്പടിക്ക് ഇവനെ കല്യാണം കഴിച്ച് ഭാര്യയായി വരണം. ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഈ മനുഷ്യൻ മന്ത്രവാദം ചെയ്യാൻ തുടങ്ങി. മന്ത്രവാദത്തിന്റെ പ്രോസസ് ഇങ്ങനെയാണ്. ഒരു നാരങ്ങ, എലുമച്ചമ്പളം, തമിഴ്നാട്ടുകാരൻ അദ്ദേഹം, ഒരു നാരങ്ങ തൻ്റെ മുൻപിൽ വെച്ചിട്ടുണ്ട്. 1001 മന്ത്രം ചൊല്ലി, 1001ാമത്തെ മന്ത്രം ചൊല്ലി ഈ അവസാനത്തെ പൂവ് ഈ ഇതിലോട്ട് ഇടുമ്പോൾ, ഈ നാരങ്ങയുടെ പുറത്തോട്ട് ഇട്ടിട്ട് ഈ മനുഷ്യൻ തൻ്റെ കൈ അതിൻ്റെ മേൽ വെച്ചിട്ട് എങ്ങനെ കൈ അനക്കുമോ അതുപോലെ ഈ നാരങ്ങ ചലിക്കും. ഹല്ലേലൂയ. ഇതാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. ഈ നാരങ്ങ ചലിക്കുന്നതിനോടൊപ്പം ഈ പെങ്കൊച്ചും ആ നാരങ്ങയോടൊപ്പം എന്താണോ ഈ മന്ത്രവാദി ഉദ്ദേശിച്ചത് അതുപോലെ നടക്കും. ഹല്ലേലൂയ. ഇതാണ് മന്ത്രവാദത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരേണ്ടിയിരുന്നത്. പക്ഷേ മന്ത്രവാദത്തിൻ്റെ അവസാന സമയത്തോട്ടെത്തിയപ്പോൾ സ്വർഗം ആ മന്ത്രവാദിയുടെ റൂമിനകത്തേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ റൂമിനകത്തേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അന്നത്തെ ദിവസം തൊട്ടണ്ണ എന്ന് പറയുന്ന കൊടികുത്തിയ മന്ത്രവാദി, ഹല്ലേലൂയ, തന്റെ മന്ത്രവാദം ഉപേക്ഷിച്ച് യേശു മാത്രമാണ് ജീവിക്കുന്ന ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിങ്കലേക്ക് വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പലപ്പോഴും മന്ത്രവാദത്തെയും ആഭിചാരത്തെയും നേർച്ച കാഴ്ചകളെയും വിലയുള്ളതായി നിങ്ങൾ കാണുമ്പോൾ ഇന്ന് പകൽക്കാലം നിന്നെ വിളിച്ചിറക്കിയ യേശുവിന്റെ മഹത്വത്തെ, കർത്താവിന്റെ വിലയെ, കർത്താവിന്റെ ബലത്തെ തിരിച്ചറിഞ്ഞ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നവരുണ്ടോ? നിനക്ക് വിരോധമായി വരുന്ന ഒരു ആയുധവും ഫലിക്കയില്ല. നിനക്ക് വിരോധമായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ആഭിചാരം ഇസ്രായേലിന് പറ്റത്തില്ല. ലക്ഷണ വിദ്യ ഇസ്രായേലിന് ഒക്കത്തില്ല. ചില പ്രതിസന്ധികൾ നിനക്ക് വിരോധമായി വരുമായിരിക്കുക, ചില പ്രതികൂലങ്ങൾ നിനക്ക് വിരോധമായി വരുമായിരിക്കുക. പക്ഷെ അത് നിന്നെ തളർത്തി കളയാതെ വണ്ണം ദൈവത്തിന്റെ മഹത്വം നിനക്ക് കോട്ടയായിരിക്കും, നിനക്ക് പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഇന്ന് പലതിനെ ചൊല്ലിയും ഭാരപ്പെടുന്നവരും ഭയപ്പെടുന്നവരും ഇതിനകത്തുള്ളത്. ആരെന്തോ ചെയ്തോട്ടെ, യാതൊന്നിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. നിനക്ക് വിരോധമായി കണ്ടിന്യൂസ് ആയിട്ട് മന്ത്രവാദം ചെയ്യുന്നവരുണ്ടെന്ന് നീ പറയുമായിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അവരുടെ മന്ത്രവാദത്തിനല്ല ശക്തി നിന്നോട് കൂടെ ഇരിക്കുന്ന, നീ സേവിക്കുന്ന, നീ സ്നേഹിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവത്തിനാ ശക്തി. ദൈവത്തിന്റെ ശക്തിയുടെ മുൻപിൽ 2 രൂപയുടെ നേർച്ചയ്ക്കും കാണിക്കും ഇനി ലക്ഷങ്ങൾ ചെലവിട്ട് നിനക്ക് വിരോധമായി എന്ത് ചെയ്താലും നീ കർത്താവിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ തൊടാൻ പിശാചിന് കഴിയത്തില്ല. ഹല്ലേലൂയ. ഇനി ആരെന്ത് ചെയ്തെന്ന് പറഞ്ഞാലും രോമത്തിന് പോലും കേടുവരാതെ നമ്മളെ സൂക്ഷിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. സാക്ഷ്യങ്ങൾ നമ്മുടെ ചർച്ചിനകത്തുനിന്നുള്ളതായിട്ടുണ്ട്. ഹല്ലേലൂയ.
ആമേൻ. ഒരു സഹോദരി ആമേൻ കോവിഡിൻ്റെ സമയത്ത്, ഇപ്പോൾ അവരിവിടെ അല്ല, കോഴിക്കോട്, ആമേൻ ബന്ധനമായ സമയത്ത് ആമേൻ വെല്ലുവിളിച്ച് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പാസ്റ്ററേ, ഹല്ലേലൂയ, കുറേ നാളായല്ലോ ഇവർക്ക് പിറകെ നിങ്ങൾ നിൽക്കാൻ തുടങ്ങിയിട്ട് മടുത്തില്ലേ? ഞങ്ങൾ പറഞ്ഞു മടുത്തില്ല. അന്ന് കോവിഡിൻ്റെ സമയത്ത് ആമേൻ ഇടയ്ക്ക് ഒരു അല്പം ബ്രേക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചാടി ഇവിടെ കുറച്ച് ദിവസം നിൽക്കാൻ വന്നു. ഇവിടെ താഴെ വീട്ടിലുണ്ടായിരുന്നു. ആമേൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ. ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഒരു സഹോദരിയെ കൊണ്ടുവരിക. നേരത്തെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല, ഒത്തിരി സമയം ബന്ധനമൊക്കെ ഇളക്കി വിട്ട് റെഡിയാക്കി വിട്ടതായിരുന്നു. കോവിഡ് സമയത്ത് ആരാധന കുറഞ്ഞപ്പോൾ ഒരു സാധനം വന്നിട്ട് വെല്ലുവിളിക്കുക. ഹല്ലേലൂയ. ആമേൻ മോളുടെ ആമേൻ മൈൻഡ് മാറിയിട്ട് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നത്. ഒന്ന് ചോദിച്ചു, ഇത്രയും ദിവസമായിട്ട് മടുത്തില്ല? ഞങ്ങൾ പറഞ്ഞു മടുത്തില്ല, വിട്ടു പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ എന്തോ വിചാരിച്ചോ, ചില്ലറ കാര്യമെന്നാണോ? ഞങ്ങൾ എത്ര പേരുണ്ടെന്നറിയാമോ? ഫസ്റ്റ് ചോദിച്ചു എത്ര പേരുണ്ട്? ഞങ്ങൾ 5 ലക്ഷം പേരുണ്ട്. എത്ര പേരുണ്ട്? എന്നിട്ട് ചോദിച്ചു പേടിച്ചോ? ഞങ്ങൾ പറഞ്ഞു പേടിച്ചില്ല. ഹല്ലേലൂയ. അങ്ങനെ ചോദിച്ചാൽ പേടിയില്ലേ പാസ്റ്റർക്ക് പേടിയില്ലേ? ഞങ്ങൾ പറഞ്ഞു പേടിയില്ല. അല്ലേ, കർത്താവിന് 1 സെക്കൻഡ് മതിയായിരുന്നു 6000 എണ്ണത്തെ പുറത്താക്കാൻ. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ അതിലും അധികവും ചെയ്യുമെന്ന്. അന്ന പിശാച് നിന്നെ ഞങ്ങൾ പേടിക്കേണ്ട കാര്യമില്ലടാ, ഇറങ്ങടാ പുറത്തെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. കുറച്ചു നേരമൊക്കെ വെല്ലുവിളിച്ച് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, അല്ല ലാസ്റ്റ് ഘട്ടത്തിൽ അവൻ ഈ സഹോദരിക്ക് വിരോധമായി കണ്ടിന്യൂസ് ആയിട്ട് മന്ത്രവാദം ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരത്തി വസ്തുവും വിറ്റേച്ച് 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ ഒരുമിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെങ്കിലും നടന്നില്ലെങ്കിൽ 4.5 വർഷമായി ഞാൻ ആ കുടുംബത്തിന് പിന്നാലെ നിൽക്കുക, ഒരെണ്ണത്തെയെങ്കിലും എനിക്ക് എടുക്കണം. ഹല്ലേലൂയ. ഒരെണ്ണത്തെയെങ്കിലും എനിക്ക് ഹല്ലേലൂയ എടുക്കണം. ഒന്നിനെ പോലും ഇതുവരെ തന്നിട്ടില്ല. നമ്മൾ പറഞ്ഞു പ്രാർത്ഥനയുണ്ടോ? നിനക്ക് തൊടാനൊക്കത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നിനക്ക് തൊടാനൊക്കത്തില്ല. ഹല്ലേലൂയ. ഒന്നിനെ പോലും, ഒരു ജീവനെങ്കിലും വേണ്ടി വാദിച്ചു നിന്നതാ. പക്ഷെ ഒരു ജീവനെ പോലും അവൻ ദൈവം കൊടുക്കാതെ, ഹല്ലേലൂയ, ദൈവം ആ മക്കളെ 4 പേരുണ്ട് കുടുംബത്തിനൊക്കെ, 4 പേരെ സ്വർഗം സംരക്ഷിച്ചപ്പോൾ പിശാചിന്റെ വാദം അതായിരുന്നു, ഹല്ലേലൂയ, ഒരെണ്ണത്തെങ്കിലും എടുക്കണമെന്ന്. അവസാനം ഹല്ലേലൂയ ആമേൻ പൈശാചിക മണ്ഡലങ്ങൾ വെല്ലുവിളിച്ച് നിന്ന സമയത്ത്, ശത്രുവിന്റെ ആധിപത്യങ്ങൾ ഹല്ലേലൂയ വെല്ലുവിളിച്ച സമയത്ത് ദൈവത്തിന്റെ ശക്തിയാൽ ആ മകൾ വിടുവിക്കപ്പെട്ട പറയുന്നൊരു കാര്യമുണ്ട്. ലാസ്റ്റിൽ ഈ ലക്ഷവും കൊണ്ട് മന്ത്രവാദിയുടെ അടുത്ത് ചെന്നിട്ട് അവൻ ആ വ്യക്തി പറഞ്ഞതെന്നറിയാമോ? ഇത് ലാസ്റ്റാ, നിന്നെ കൊണ്ടൊന്നും നടക്കുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി, ഇതിലെങ്കിലും ഹല്ലേലൂയ ആമേൻ ഒരെണ്ണത്തെങ്കിലും തട്ടിത്തരണം. ഹല്ലേലൂയ. നടന്നില്ല. ആ മക്കൾ വിടുതലോടെ ഇന്നും ദൈവസന്നിധിയിൽ നിൽക്കുക. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, ആരൊക്കെ വിരോധമായി വെല്ലുവിളിച്ചാലും നമ്മൾ യേശുവിനെ സമീപിക്കുന്നത് ആ കർത്താവിൻ്റെ ബലത്തെ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഒരു ശത്രുവിനും ആമേൻ നിങ്ങളെ തളർത്താൻ ഒക്കത്തില്ല. ഒരു പ്രതിസന്ധിക്ക് നിങ്ങളെ തളർത്താൻ ഒക്കത്തില്ല. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിങ്ങൾക്ക് വിരോധമായി വന്നിരിക്കാം, പക്ഷെ ശത്രുവിന്റെ മണ്ഡലങ്ങൾക്ക് നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയാതെ ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ മക്കൾക്ക് അനുകൂലമായി ചലിക്കും. ഇവർ ഈ പ്രതികൂലത്തിന് നടുവിൽ പ്രതീക്ഷിച്ചിരുന്നത് ആരെയാണ്? യേശുവിനെ അല്ല പ്രതീക്ഷിച്ചേ. കാണുന്നത് മുഴുവൻ പ്രതികൂലമായതുകൊണ്ട് വരുന്ന തകർച്ചയാ വരാൻ പോകുന്നേ, മുക്കിക്കൊന്നു. അപ്പൊ ഈ വെള്ളത്തിന്റെ മേൽ യേശു വന്നപ്പോൾ ഇവർ പറയുക ഭൂതം വരികയെന്ന്. നമ്മളെങ്ങനാ? എൻ്റെ സമയത്ത് ഇന്ന് ഞാൻ കർത്താവിൻ്റെ ദാസനിൽ മൈക്ക് കൊടുക്കണം, പെട്ടെന്ന് കൊടുക്കാം. ഹല്ലേലൂയ. നമ്മൾ എന്തിനാ പ്രതീക്ഷിക്കുന്നേ? കാണുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ ആമേൻ തകർച്ചയാണോ പ്രതീക്ഷിക്കുന്നത്? അതോ അതിനുപരിയായി യേശുവിന്റെ ബലത്തെ അറിഞ്ഞ് കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണോ നമ്മൾ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ 9 മണിക്കൂർ ഇവരെ ദണ്ഡിപ്പിച്ച് അതിനെ കീറി മുറിച്ചുകൊണ്ട് യേശു കർത്താവ് നടന്നു വന്നേ. ഹല്ലേലൂയ. പത്രോസ് പറയാ, കർത്താവേ, ഹല്ലേലൂയ. ഇവര് കിടന്ന് വിളിക്കുക, ഭൂതമാണെന്ന് വിളിക്കുമ്പോ യേശു കർത്താവ് ഹല്ലേലൂയ പറയുക, ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു. ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു. ഉടനെ പത്രോസ് പറയാ, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാനും ഈ വെള്ളത്തിന്മേൽ നടന്ന് അങ്ങയുടെ അടുക്കലേക്ക് വരുവാൻ എന്നോടൊന്ന് കൽപ്പിക്കണം. ഹല്ലേലൂയ. അങ്ങാകുന്നുവെങ്കിൽ ഞാനും ഈ വെള്ളത്തിന്മേൽ നടന്ന് അങ്ങയുടെ അടുക്കലേക്ക് വരുവാൻ എന്നോടൊന്ന് കൽപ്പിക്കണം. ഹല്ലേലൂയ. എന്താ ഈ ഞാനാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഹല്ലേലൂയ അർത്ഥം എന്താ? ഹല്ലേലൂയ. ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് വിഷയമുണ്ടോ അതിനുത്തരം ഞാനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി എൻ്റെ കർത്താവാ. നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം എൻ്റെ കർത്താവാകുന്നു. ഹല്ലേലൂയ.
ഇതെവിടാ നമ്മൾ ആദ്യം കേൾക്കുന്നത്? പുറപ്പാടിന്റെ പുസ്തകം 4:14 ഇങ്ങനെ പറയുന്നുണ്ട്. മോശ ഇസ്രായേലിനെ വിടുവിക്കാൻ വേണ്ടി പോകുമ്പോൾ വചനം പറയുക, മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ ഞാൻ എന്ത് ചെന്ന് പറയണം അവരുടെ അടുക്കൽ? ഉടനെ തന്നെ ദൈവം പറയുക, നീ പറയാ, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. നീ ചെന്ന് പറയാ. എന്താ അതിന്റെ അർത്ഥം? എനിക്ക് അപ്പുറം പറയാൻ ഒരു വേടില്ല. നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ അപ്പുറം പറയാൻ ഒരു വേടില്ല. നീ എന്തിനു വേണ്ടി പ്രതീക്ഷിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. ഞാനാകുന്നു. ഇവിടെ പത്രോസിനോട് പറയാ, പത്രോസേ, ശിഷ്യന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനാകുന്നു. ഹല്ലേലൂയ. ഇവർ നോക്കുമ്പോഴുണ്ട് കഴിഞ്ഞ 9 മണിക്കൂർ ഇവരെ ഈ നടുക്കടലിട്ട് വട്ടം ചുറ്റിച്ച കാറ്റിനെയും ഇളകി മറിയുന്ന തിരമാലകളെയും ഭേദിച്ചുകൊണ്ട് അതിന്റെ നടുവിൽ ഒരുവൻ നടന്നു വരിക. പത്രോസിന് മനസ്സിലായി, യേശു ആകുന്നുവെങ്കിൽ ആ കർത്താവിന്റെ സാന്നിധ്യം എന്റെ മേൽ വന്നാൽ, ആ കർത്താവിന്റെ ഒരു വാക്ക് എനിക്ക് വേണ്ടി ചലിച്ചാൽ ഞാനും ആ വാക്കിന്റെ പിന്നാലെ ചലിക്കും. എനിക്കും ഈ വെള്ളത്തിന്റെ മീതെ കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്നെ തളർത്തിയ, എന്നെ ഭീഷണിപ്പെടുത്തിയ, എന്നെ ഒതുക്കിയ അതേ ജലത്തിന്റെ മേൽ, അതേ കാറ്റിന്റെ മേൽ എനിക്ക് അധികാരമുണ്ട്. പത്രോസ് പറയാ, കർത്താവേ, ഒരു വാക്ക് ഞാനും നിന്റെ അടുക്കൽ വരുമോ? ഓ ഹല്ലേലൂയ. ഒരു വാക്ക് യേശു പറയാ, വരിക. കം ഓൺ. ഹല്ലേലൂയ. വരിക. പത്രോസ് ഒന്നും നോക്കിയില്ല. പുറകിലിരുന്നോണ്ട് 11 പേര് വിളിക്കുക, പത്രോസേ, നിക്ക്, നീ എങ്ങോട്ടാ പോകുന്നേ? നോക്ക്, പടകിയിരിക്കുന്ന 11 പേര് പറയുക, നോക്ക്, കഴിഞ്ഞ 9 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഈ നടുക്കടലിൽ കിടക്കുന്ന നീ എങ്ങോട്ടാ പോകുന്ന? പത്രോസ് പറയും, നിങ്ങളുടെ വാക്ക് എനിക്ക് കേൾക്കാൻ വയ്യ. ഹല്ലേലൂയ. കാരണം എൻ്റെ മുൻപിൽ നിൽക്കുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവനാ. എൻ്റെ മുൻപിൽ നിൽക്കുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവനാ. എന്നോട് വരിക എന്ന് പറഞ്ഞവനാ. ഞാനാകുന്നു എന്ന് പറഞ്ഞവനാ. ഞാൻ നോക്കുന്ന നിങ്ങളുടെ വാക്കല്ല, ഞാൻ നോക്കുന്ന അവന്റെ മുഖത്തേക്ക്. ഇന്ന് പകൽക്കാല വിശ്വാസത്തിന്റെ നായകനോ പൂർത്തി വരുത്തുവനുമായ യേശുവിനെ നോക്കി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരുണ്ടോ? പുറകിലത്തെ വാക്ക് നീ കേൾക്കത്തില്ല. തകർക്കാൻ ശ്രമിക്കുന്ന വാക്ക് നീ കേൾക്കത്തില്ല. നീ മുൻപോട്ട് പോകുക. ഒറ്റ ദൃഷ്ടി അത് യേശുവിന്റെ മുഖത്ത്. ഹല്ലേലൂയ. പത്രോസ് മുമ്പോട്ട് നടക്കുക. ഹല്ലേലൂയ. ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ കർത്താവിന്റെ ശബ്ദത്തെ കേട്ട്, ആ കർത്താവിന്റെ വാക്കുകളെ കേട്ട്, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞ 9 മണിക്കൂർ തന്നെ വട്ടം ചുറ്റിച്ച് അതേ തിരമാലകളെ, അതേ കാറ്റിനെ കീറി മുറിച്ചുകൊണ്ട് പത്രോസ് നടക്കുക. ഹല്ലേലൂയ. അടുക്കലുള്ള എത്താൻ പോയപ്പോ ഒന്ന് താഴാൻ തുടങ്ങി. യേശു കൈ നീട്ടി കരം കൊടുത്തിട്ട് പറയുക, അല്പവിശ്വാസി, നീ എന്തിനാ ഭയപ്പെട്ടെ? ഞാൻ ഇങ്ങനെ ചോദിക്കും, പടകിൽ നിന്ന് ഇറങ്ങിയ മനുഷ്യനെ യേശു വിളിച്ച പേരെന്താ? അല്പവിശ്വാസിയെ. അപ്പൊ പടകി ഇരിക്കുന്നവരുടെ ബാക്കിയുള്ളവരുടെ പേരെന്താ? ഹല്ലേലൂയ. ഞാനും നിങ്ങൾ ഏത് ലിസ്റ്റിലാ? നമ്മളൊക്കെ ഏത് ലിസ്റ്റിലാ? ഞാൻ പറയാം, കർത്താവിൻ്റെ വിളിയായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പുറകിൽ നിന്ന് വിളിക്കാൻ ആളുണ്ടാകും. മുമ്പോട്ട് പോവല്ലേ, പരാജയമാണെന്ന് പറയാൻ ഒത്തിരി ആൾക്കാർ നിങ്ങളുടെ പുറകിലുണ്ടാകും. പക്ഷെ അവരെ നോക്കാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി മുൻപോട്ട് ചലിക്കാൻ തുടങ്ങിയാൽ, കുറച്ച് നേരത്തെ ഞാനൊരു വാക്യം പറഞ്ഞു, നമ്മൾ അവിശ്വസ്തരായാലും വിശ്വസ്തയോടെ പാർക്കുന്ന ഒരുവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടിയുണ്ട്. വിശ്വസ്തയോടെ പാർക്കുന്ന ഒരുവൻ 2 തിമോത്തിയോസ് 2:13 അവിടെ ഇങ്ങനെ പറയുന്നു, അവന്റെ സ്വഭാവം തെളിപ്പാൻ അവന് കഴിയത്തില്ലല്ലോ. വിളിച്ചിറക്കിയിട്ടുണ്ടോ അന്ത്യത്തോളം കാപ്പാൻ അവൻ അവിശ്വസ്തൻ തന്നെ. വിളിച്ചിറക്കിയിട്ടുണ്ടോ മുങ്ങിപ്പോകാതെ കരം നീട്ടി പിടിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. തിരിച്ചറിയുക. ഞാൻ ഒറ്റ ആശയമാണ് നിങ്ങളെ പറഞ്ഞേ. യേശുവിനെ സമീപിക്കുമ്പോൾ യേശു ആരാന്ന് അറിഞ്ഞിട്ട് സമീപിക്കണം. അയ്യോ, എൻ്റെ മെസ്സേജ് കംപ്ലീറ്റ് ആയില്ല. പൂർണ്ണത പറഞ്ഞിട്ട് വരാം. ശിഷ്യന്മാർക്ക് വെളിപ്പാട് കിട്ടിയത് എപ്പോഴാ? യേശു കർത്താവ് പടകിലോട്ട് കയറി കാറ്റും കടലും തിരമാലയൊക്കെ അപ്പോഴാ പറഞ്ഞേ, ഓ, യേശു ദൈവപുത്രനാ, സത്യമെന്ന്. ഈ വെളിപ്പാട് എപ്പോൾ കിട്ടിയോ അപ്പം വിടുതലായി. നമുക്ക് വെളിപ്പാടില്ലാതെ പുറത്ത് ചെന്നിട്ട് അവർക്ക് വെളിപ്പാട് കിട്ടി ചർച്ചിനകത്ത് വരണമെന്ന് പറഞ്ഞാൽ വരുമോ? ആദ്യം വെളിപ്പാട് ഇതിനകത്തിരിക്കുന്നവർക്ക് വരണം.
കർത്താവിൻ്റെ അടുക്കലുള്ളവർക്ക് ആദ്യം വെളിപ്പാട് വരണം. ഹല്ലേലൂയ. ഈ വെളിപ്പാട് ശിഷ്യന്മാർക്ക് കിട്ടിക്കഴിഞ്ഞേച്ച ഇവർ ഗന്നസരത്ത് ദേശത്തോട് ചെന്നേ. അപ്പോഴവിടെയുള്ളവർ തിരിച്ചറിയുന്ന യേശു ആരാന്ന്. ആമേൻ. നമ്മൾ പലപ്പോഴും കർത്താവിനോട് പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവരാ. ആദ്യം വെളിപ്പാട് നമുക്ക് കിട്ടണം. എന്താണ് വെളിപ്പാട്? യേശു ആരാന്നുള്ള വെളിപ്പാട്. അത് നമുക്ക് കിട്ടിയാലേ നമ്മളായിരിക്കുന്ന ദേശത്തിനകത്ത് നമ്മളിലൂടെ ആ വെളിപ്പാട് ചലിക്കത്തുള്ളൂ. അതിനുവേണ്ടി സ്വർഗം ഇതിനകത്തുനിന്ന് ഒരു കൂട്ടം പേരെ എഴുന്നേൽപ്പിക്കട്ടെ. വെളിപ്പാടോടെ യേശു ദൈവപുത്രനാ. അവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ. ഹല്ലേലൂയ. അതിൻ്റെ മറത്തപ്പുറത്തൊരു വേടില്ല. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ഏക ഉത്തരം കർത്താവാകുന്നു. കർത്താവിനോട് ചോദിക്കും, കർത്താവിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം? യേശു പറയും ഞാനാകുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം? യേശു പറയും ഞാനാകുന്നു. കർത്താവ് ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് എനിക്ക് വിടുതൽ? കർത്താവ് പറയുന്നു ഞാനാകുന്നു. ഹല്ലേലൂയ. ആ കർത്താവിങ്കല ഞാനും നിങ്ങൾ ആശ്രയിക്കുന്നേ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ആ കർത്താവിങ്കൽ ആശ്രയിക്കാൻ പറ്റുമോ? കാണുന്നത് പ്രശ്നം, കാണുന്നത് പ്രതികൂലം, കാണുന്നതെല്ലാം പ്രതിസന്ധിയായിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് ആരാന്ന് അറിഞ്ഞേച്ച് കർത്താവിനെ സമീപിക്കണം. കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞേച്ച് കർത്താവിനെ സമീപിക്കണം. അപ്പോഴാണ് എനിക്കും നിങ്ങൾക്കും വിടുതൽ വരുന്നത്. ഒരു നിമിഷം കണ്ണുകളെ മൂടാം. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആയിരിക്കുന്ന അങ്ങയുടെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പലവിധമായ പ്രശ്നങ്ങളുടെ നടുവിൽ, പലവിധമായ അലച്ചിലുകളുടെ നടുവിൽ അങ്ങയെ സമീപിക്കുന്നവരുണ്ട് പപ്പ. അവരുടെ വിഷയങ്ങൾക്കകത്ത് ഇന്ന് പകൽക്കാലം അങ്ങയുടെ മഹത്വം ഇറങ്ങിച്ചെല്ലട്ടെ. അവരനുഭവിക്കുന്ന സകല വിഷയങ്ങൾക്കും, സകല പ്രശ്നങ്ങൾക്കും ഏക ഉത്തരം, ഏക പരിഹാരം, അവരുടെ വിഷയങ്ങൾക്കൊത്തുള്ള ഏക മറുപടി അങ്ങാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആമേൻ. തിരിച്ചറിഞ്ഞ് അങ്ങ് ദൈവപുത്രനാണ് തിരിച്ചറിഞ്ഞ് അങ്ങേക്ക് സകലതും കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങേ സമീപിക്കുവാൻ ഇന്ന് പകൽക്കാലം അങ്ങയുടെ ജനത്തെ ഒരുക്കിയാട്ടെ. ഞാൻ അങ്ങയുടെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. കൃപയിൽ അവിടെ നിന്ന് പൊതിയണം. ഒരു പുത്തൻ അഭിഷേകത്തോടെ, ഒരു പുതിയ വെളിപ്പാടോടെ ഈ ദിവസങ്ങൾ ഒരായിരിക്കുന്ന ദേശങ്ങൾ കർത്താവിന്റെ പ്രയോജനപ്പെടട്ടെ. അങ്ങയുടെ മഹത്വം അങ്ങയുടെ ജനത്തിന്റെ മേൽ ഇറങ്ങണം. രക്തം കൊണ്ട് മുദ്രയിടുന്നു. തുടർന്ന് കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ചലിക്കണം. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശക്തിയോടെ ഉപയോഗിച്ചാട്ടെ. മഹത്വത്തിന്റെ മറവിലേക്ക് ഏൽപ്പിക്കുന്നു. കൃപയിൽ സൂക്ഷിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ആമേൻ.